ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നെങ്കിലും ഇപ്പോഴും അത്രയ്ക്ക് അങ്ങോട്ട് ഔട്ട്ഡേറ്റഡ് ആവാത്തൊരു സംഭവമാണ് ഡ്രീം കേക്ക് എന്ന് പറയുന്നത്. നോർമലി കേക്ക്സിനെ അപേക്ഷിച്ച് ഇച്ചിരി ഡിമാൻഡ് കൂടിയ ഐറ്റം കൂടിയായിരുന്നു ഇത്. അതിപ്പോൾ അന്നത്തത് പോലെ തന്നെയാണ് ഇപ്പോഴും. സത്യം പറഞ്ഞാൽ ഇതന്ന് ട്രെൻഡിങ് ആയിരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും കഴിക്കണമെന്നായിരുന്നു എല്ലാവരുടെയും ചിന്ത. അതുകൊണ്ട് തന്നെ വീട്ടിൽ പരീക്ഷിച്ചവരും ഉണ്ട്, അതുപോലെ പുറത്തുനിന്ന് വാങ്ങി കഴിച്ചവരും ഉണ്ട്. എന്തായാലും നമുക്കിന്നൊരു കുട്ടി ഡ്രീം കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നേ. അതുപോലെ അക്കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ജാർ കേക്ക്സിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൂടി നമ്മൾ സെയിൽ ചെയ്തു. പിന്നെ ചുമ്മാ അതിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കേക്കൊക്കെ കഴിക്കാൻ തോന്നിയാൽ എന്തായാലും ഇങ്ങനെയുള്ള കേക്ക്സൊക്കെ ബെസ്റ്റ് ഓപ്ഷൻസ് ആണ്. അങ്ങനെ റിബനൊക്കെ കെട്ടി നമ്മൾ അത് പാക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം നമുക്ക് കുറച്ച് പോളറോയിഡ്സിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. ഇത് രണ്ടും സെയിം കസ്റ്റമർ തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂഷ്വലി നമ്മൾ ഫ്രെയിംസിൻ്റെയും ഹാമ്പേഴ്സിൻ്റെയും ഒക്കെ വീഡിയോ ആണല്ലോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇതിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഈ പോളറോയിഡ്സിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ഗിഫ്റ്റ്സ് അല്ലെങ്കിൽ കേക്ക്സ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലവ്ഡ് വൺസിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.